ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു വെറൈറ്റി പൊട്ടറ്റോ മെഴുക്ക് പുരട്ടിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ അമർത്തി ഓളെന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അതിനായിട്ട് ഞാൻ ഒരു 3 പൊട്ടറ്റോ തോല് കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 10ഓളം ചുവന്നുള്ളി, ഒരു 5 അല്ലി വെള്ളുള്ളി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് ജീരകവും കുറച്ച് കുരുമുളകും കൂടി ചേർത്ത് ചതച്ചതാണ്. ഒരു 1/4 സ്പൂൺ ഉണ്ടാവും. പിന്നെ നമ്മൾക്ക് പൊട്ടറ്റോ ഇതേപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അതായത് വളരെ തിന്നായിട്ട് നീളത്തിൽ നമുക്ക് കട്ട് ചെയ്യുക. അപ്പോൾ ഈ വലിപ്പത്തിൽ നീളത്തിലുമാണ് ഞാനിത് കട്ട് ചെയ്തിരിക്കുന്നത്. പൊട്ടറ്റോ 3 കട്ട് ചെയ്തു, നല്ലപോലെ കഴുകി ഒരു സ്ട്രെയിനറിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചു. നമ്മൾ തീ ലോ ടു മീഡിയം ഫ്ലെയിമിലിടുക. എന്നിട്ട് ഒരു 1.5 സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എണ്ണ ചൂടാവുന്ന സമയത്ത് ഒരു 1/4 സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് നല്ലപോലെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾക്ക് ആ ചുവന്നുള്ളി വളരെ നൈസായിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നൈസായിട്ട് തന്നെ നൈസായിട്ട് കട്ട് ചെയ്യുക. നല്ലപോലെ അതൊന്ന് മൂത്ത് വരണം. അപ്പോഴാണ് അതിൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ജസ്റ്റ് അതിൻ്റെ ഇതൊക്കെ ഒന്ന് വിട്ട് വരുന്ന സമയത്ത് നമ്മൾ വെള്ളുള്ളി അതേപോലെ അതിൽ നല്ല പൊടിയായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇങ്ങനെയാകുമ്പോൾ നമ്മൾ ആ പൊട്ടറ്റോയിൽ നല്ലപോലെ അതിൻ്റെ മണം നന്നായിട്ട് ചേർന്ന് നിൽക്കും. അപ്പോൾ നല്ലൊരു രുചിയായിരിക്കും. അപ്പോൾ ചുവന്നുള്ളി വെള്ളുള്ളി ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നത് വരെ നമ്മൾ വഴറ്റണം. എന്നതിന് ശേഷം കഴുകി വെച്ചിരിക്കുന്ന പൊട്ടറ്റോ പീസ് അതിലേക്ക് ചേർക്കാം. അതുകൂടി ചേർത്ത് നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ നിങ്ങൾ പൊട്ടറ്റോ മെഴുക്ക് പുരട്ടി ചെയ്തില്ലെങ്കിൽ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക. നല്ലൊരു രുചിയായിരിക്കും. ഇനി നമ്മൾക്ക് അതിലേക്ക് വേണ്ടത് ആവശ്യത്തിന് പൊടിയുപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ളത് ആ പൊടിയുപ്പ് ചേർത്തു. ഒന്നുകൂടി മിക്സ് ചെയ്യാം. എന്നതിന് ശേഷം അതൊരു 5 മിനിറ്റ് നമ്മളൊന്ന് അടച്ച് വെക്കണം. അപ്പോൾ ആ എണ്ണയിലും പൊടിയുപ്പിലെല്ലാം ചേർന്ന് നമ്മൾക്കത് വെന്ത് വരും. അപ്പോൾ ഞാൻ അത് അടച്ച് വെച്ചിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം നമ്മൾ. അത് 5 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾക്കിത് കാണാൻ പറ്റും, അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ കാണിച്ചാൽ ആ പൊട്ടറ്റോ ഒരുവിധമൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഒരു 3/4 വേവൊക്കെ ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ നടുഭാഗം ഇതേപോലെ ആക്കിയതിന് ശേഷം ഒരല്പം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് ആ ജീരകം കുരുമുളക് ചാച്ചതും 1/2 സ്പൂൺ മുളക് പൊടിയും 1/4 സ്പൂൺ മല്ലിപ്പൊടിയും ഒരല്പം മഞ്ഞൾപ്പൊടിയും 1/4 സ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കുക. എന്നതിന് ശേഷം അതൊന്ന് നല്ലതുപോലെ ഒന്ന് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു നുള്ളു മുളക് പൊടി കൂടി ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ചേർത്ത് നല്ലതുപോലെ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ പൊടികൾ ചേർത്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം അല്പം കൂടി ഒന്ന് കുറയ്ക്കണം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇതേപോലെ എന്തായാലും നിങ്ങളത് ചെയ്ത് നോക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതേപോലെ ആക്കിയിട്ട് നമ്മളൊരു 3 മിനിറ്റ് കൂടി ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. അപ്പോൾ ഫ്ലെയിം വളരെ കുറച്ച് തന്നെ വെക്കണം. അപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ തുറന്ന് നോക്കി. അപ്പോൾ അടിപൊളി പൊട്ടറ്റോ മെഴുക്ക് പുരട്ടിയത് അവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ലതുപോലെ വെന്ത് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. നല്ലൊരു മണമാണ്. ആ വെള്ളുള്ളിയും ചുവന്നുള്ളിയും ആ വെളിച്ചെണ്ണയിൽ നല്ലതുപോലെ ഒന്ന് പൊരിഞ്ഞ് വന്നതുകൊണ്ടും പിന്നെ ആ ജീരകവും കുരുമുളകും ചതച്ച് ചേർത്തതിൻ്റെയും എല്ലാം നല്ലൊരു മണമാണ്. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഫ്ലെയിം ഞാനത് ഓഫാക്കി കൊടുത്തു. എന്നിട്ട് നമ്മളതൊന്ന് അടച്ച് വെച്ചിട്ട് 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമ്മളെ സൂപ്പർ പൊട്ടറ്റോ മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളിയാണ്. ഞാനത് വേറെ പ്ലേറ്റിലേക്ക് ഇതാ പകർത്തി കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് അടിപൊളിയായില്ലേ. ഇന്നിപ്പോൾ ചോറിൻ്റെ കൂടെ ഈ ഒരു പൊട്ടറ്റോ മെഴുക്ക് പുരട്ടിയുണ്ട്. പിന്നെ ഒരു പരിപ്പും തക്കാളി കറിയും ഒരു മുരിങ്ങയില തോരനും. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.